അല്ല, അത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കുള്ള എൻ്റെ വികാരം മാത്രമാണ് ഇതിൽ ഞാൻ പ്രകടിപ്പിച്ചത്. പാർട്ടി വിടുന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഒരു ഐഡിയോളജിക്കലി ലീഗുകാരനാണ്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഐഡിയോളജിയിൽ നിന്ന ആളാണ്. ഇന്ന് വരെ പാർട്ടിയുടെ ട്രാക്കിൽ ഒരിക്കലും തെറ്റിപ്പോയിട്ടുള്ള ഒരാളല്ല. എൻ്റെ കഴിഞ്ഞകാല പാർട്ടി പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഞാൻ ആരെല്ലാം ഇവിടെ ഞങ്ങൾ ഈ പരിസരത്തൊക്കെ ഉള്ള CPM നേതാക്കന്മാരുമായി എനിക്ക് നല്ല സൗഹൃദമല്ലേ. സംസ്ഥാന നേതാക്കന്മാരുമായി സൗഹൃദമുള്ള ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെയുള്ള ആളുകൾ. അവർ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ അവർ പ്രതികരിച്ചിട്ടുണ്ടാവും. ഇതൊരു അസാധാരണമായ ഒരു രീതിയാണ്. ഇപ്പം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കൂടിയായിട്ട് അങ്ങനെയുള്ള ഒരാൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ അങ്ങനെ പറയാമെന്നുള്ളത് അങ്ങനെ മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ അങ്ങനെ തീരുമാനങ്ങളെ ആരും അവഗണിക്കല്ലല്ലോ ചെയ്തത്. നിങ്ങളത് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ആലോചന ഇല്ല എന്നതിനെ പറ്റിയോ CPM-മായി ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നതിനെ പറ്റിയോ ഒന്നും കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ സസ്പെൻസിൽ നിർത്തുകയാണ് അബ്ദുറഹ്മാൻ എടത്താണി. ലീഗിൻ്റെ മുതിർന്ന നേതാവാണ്. താനൂരിലടക്കം നേരത്തെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. അതിനുശേഷം അവിടെ തന്നെ തോറ്റ ആളുമാണ് വി അബ്ദുറഹ്മാനുമായി. പിന്നെ ഏറ്റവും കൂടുതൽ വി അബ്ദുറഹ്മാൻ ചെയ്ത് PK ഫിറോസുമായാണ്. പക്ഷേ അത് വളരെ നേരിയ, വളരെ നാരോ എഡ്ജിലായിരുന്നു വി അബ്ദുറഹ്മാൻ്റെ അവിടുത്തെ വിജയം. അതുകൊണ്ടാവണം ഒരിക്കൽ കൂടി താനൂരിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് മുൻ മന്ത്രി കൂടിയ ശ്രീ വി അബ്ദുറഹ്മാൻ ഇപ്പോൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ സീറ്റ് ഒഴിയുകയാണെങ്കിൽ അവിടെയൊക്കെ വരുന്നത് സാക്ഷാൽ അബ്ദുറഹ്മാൻ എടത്താണിയാണെങ്കിൽ അത് PK നവാസ് അബ്ദുറഹ്മാൻ എടത്താണി നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വരും. കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.